ഇന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷുവാണ്. പുത്തൻ വിഷു എന്ന് പറയും അല്ല മമ്മ? യെസ്, പുത്തൻ വിഷുവാണ്. അപ്പോൾ കണ്ടോ ഒപ്പിട്ടൊക്കെ കണ്ടു. കുറച്ചൊരു ഐശ്വര്യമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുങ്ങിയതാണ്. ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാവരും പോയി കാണണം. സാധാരണ ഞാൻ എൻ്റെ വീട്ടിലാണ് ഉണ്ടാവാറ്, പക്ഷേ ഇപ്രാവശ്യം ഇവിടെയാണുള്ളത്. മിസ്സിങ് ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇവിടെ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ, ബാക്കി കണ്ടിട്ട് വരാം. സോ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ട് പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. ഇത് ഉണ്ണി എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്, ഏട്ടൻ്റെ അനിയത്തിയാണ്. സോ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. അമ്മയും അമ്മമ്മയൊക്കെ ഓൾറെഡി കുളി അതേപോലെ തന്നെ അടുക്കളയിലുള്ള പരിപാടികളൊക്കെ നോക്കി തുടങ്ങി. ഞങ്ങൾ ഇതൊക്കെ പൊട്ടിച്ച് ആ ഒരു വൈബിലായിരുന്നു. ഇത് നല്ല അടിപൊളിയായിരുന്നു. ഞാൻ എന്താ ഇതിൻ്റെ വോയിസ് കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗണ്ട് കുറച്ചത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് പാടുന്നുണ്ടായിരുന്നു, കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ്. അപ്പോൾ കുറേ നേരം പൊട്ടിച്ചായിരുന്നു. പിന്നെ അത് മുഴുവൻ ഇതിലിട്ടിട്ട് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ കട്ട് ചെയ്തതാണ്. ഇതായിരുന്നു ഞങ്ങൾ ഉണ്ണിക്കണ്ണനും കണിയും. കണി കാണുന്നത് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല. ഹലോ ഹലോ അമ്മ കടക്ക്, എണീറ്റോളൂ എണീറ്റോളൂ. ഓക്കെ, തലയിലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ അമ്മക്കുട്ടി അമ്മക്കുട്ടി മനസ്സിലായി 29-ാം തീയതി. സോ ഇതെൻ്റെ കന്നി വിഷുവാണ് ഗൈസ്. കന്നി വിഷു, കന്നിയല്ല, എന്താണ്, പുത്തൻ വിഷുവാണ് ഗൈസ്, പുത്തൻ വിഷു. അപ്പോൾ ഇവിടെ അഭിയേട്ടൻ്റെ 3 ഫ്രണ്ട്സ്, അവരുടെ ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അതിൽ 2 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്, ബാക്കിയുള്ളവർ വരുന്നുണ്ട്. അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഡിഫറെൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഫാമിലിയോട് മാത്രം ആഘോഷിച്ചിരുന്ന ഒരു സാധനമായിരുന്നു. ഇറ്റ്സ് എക്സ്റ്റെൻഡിങ്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഫാമിലി ഉണ്ട്. എനിവേസ് ഡിഫറെൻ്റാണ്, പക്ഷെ ഓക്കെ, നല്ലതാണ്, ന്യൂ എക്സ്പീരിയൻസ് ആണ്. അടുത്ത അന്ന് രാത്രി നമ്മുടെ കുട്ടിയെ കൊണ്ടുവരാം, അതല്ലേ വന്നു ഒറ്റക്ക് നടക്കും, നടക്കലും തെല്ലി ഇതാക്കൂലേ. മാമൻ, അങ്കിളൊന്നും വേണ്ട, മാമൻ. ഹായ് പറഞ്ഞോളൂ, എൻ്റെ യൂട്യൂബ് ചാനലിന് വല്ലതാ. ഏടച്ചക്ക കറക്റ്റ് സമയത്താണല്ലോ എൻട്രി. ആരാ അത്? കണ്ണാണെങ്കിൽ മറ്റാണ് നടക്കുന്നില്ല. ഫുള്ള് കണ്ടന്റ് എന്തായി, സെറ്റായോ? ഇപ്പോൾ ഏകദേശം സെറ്റായി അല്ലേ? ടേസ്റ്റ് ചെയ്യണോ? മതി, ഗുഡ് ഗേൾ കേട്ടോ. മറ്റേ സാധനം ഒഴിച്ചിട്ടില്ല, അതൊഴിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഇവരാണ് നമ്മുടെ 3 ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അബിയൻ്റെ കൂടെ MES പഠിച്ചിരുന്നവരാണ്. നബീൽ, കൊച്ചു, മുർഷി,
മുർഷി നാട്ടിലല്ല, മുർഷി പുറത്താണ്. മുർഷി ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് വന്നതേ ഉള്ളൂ. ഞങ്ങളുടെ മാരേജിനൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവന്. സോ അതും കൂടി കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ കൊച്ചു KMCTയിലാണ് വർക്ക് ചെയ്യുന്നത്. നബീൽ നാട്ടിൽ തന്നെയാണ്. ഇത് ഇവരുടെയൊക്കെ ഭാര്യമാരാണ്. ഞങ്ങളെല്ലാവരും ഇതിനു മുൻപ് ഓരോരുത്തരുടെ കല്യാണം അങ്ങനെയൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും അത്ര വലിയൊരു ടച്ച് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞങ്ങളെല്ലാവരും ടച്ചിലേക്ക് വന്നു. ഇതും മുർഷിയുടെ വൈഫാണ് ചിക്കു. ഞങ്ങളുടെ ഏറ്റവും ചെറുത് ചിക്കു ആണ്. ഞങ്ങൾക്കൊക്കെ ഏകദേശം ഒരു ഏജാണ്. ഞാനും ഷാലൊക്കെ ഏകദേശം ഒരു ഏജാണ്. ഇവരൊക്കെ ഞങ്ങളുടെ ജൂനിയേഴ്സായിട്ട് വരും. ആൻഡ് ഇത് ഞങ്ങളുടെ അമ്മച്ചനാണ്, അബേടിൻ്റെ അമ്മയുടെ അച്ഛനാണ്. അമ്മച്ചൻ അങ്ങനെ സ്ക്രീനിന് മുന്നിലേക്ക് വരാത്തതാണ്. പക്ഷേ അമ്മച്ചൻ കണ്ടിട്ടില്ല വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് അമ്മച്ചൻ വന്നത്. അത് കൊച്ചുവിനോ കുഞ്ഞാവയാണ്, കെൻസോ. അവൻ നല്ല മൂഡിലായിരുന്നു, പക്ഷേ പെട്ടെന്ന് അവൻ്റെ മൂഡ് മാറി ആകെ കരച്ചിലായി. ഉണ്ടല്ലോ അങ്ങനത്തെ ഒന്ന് രണ്ട് കാലം ഇവിടെ ഒന്നിനി കാര്യമായിട്ട് എല്ലാവരും ഈ കുഞ്ഞുമാവളുടെ പിന്നാലെ തന്നെയായിരുന്നു. അവരുടെ കളി, ചിരി, അവരുടെ വാശി, അവരുടെ കരച്ചിൽ, ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും. കണ്ടിരിക്കാനൊക്കെ രസമാണ്, പക്ഷെ അവർക്ക് അത്ര രസമില്ല എന്നാണ് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ പറയുന്നത്. ഹല പിന്നെ കുറച്ചും കൂടി നല്ല മൂഡിലായിരുന്നു അന്ന്. കെൻസോനും നല്ല മൂഡായിരുന്നു, പക്ഷേ പെട്ടെന്ന് കണ്ടു ആകെ പ്രശ്നമായി. ഹല വന്നപ്പോഴത്തേക്കും അവൻ ഭയങ്കര ടെററായി. അവൻ പിന്നെ പുച്ചൊക്കെ ഇടാൻ തുടങ്ങി. ഇത് ഒരു തത്ത ഇവിടുത്തെ ഉണ്ണി കളിച്ചിരുന്നതാണ് പണ്ട്. അപ്പോൾ അതൊക്കെ അമ്മ എവിടുന്നോ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കളിക്കാനൊക്കെ കൊടുത്തതാണ്. പക്ഷെ അതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല രണ്ടുപേർക്കും. പക്ഷേ അവിടേക്ക് കൊടുക്കണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഞാൻ കണ്ടില്ലേ സദ്യ വിളമ്പാണ്. ഇതിന് കുറച്ചും കൂടി ലെങ്ത് ഉണ്ടായിരുന്നു വീഡിയോ, പക്ഷേ ഞാൻ അതിൽ വേറെന്തോ പറയുന്നുണ്ടായതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തു. സോ ആദ്യം ഇവരാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ എൻ്റെ സീനിയേഴ്സും കൂടി ആയതുകൊണ്ട് ഇവരുടെ കളിയാക്കൽ മുഴുവൻ കിട്ടിയത് എനിക്കായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. ചോറ്, സാമ്പാർ, അതേപോലെ തന്നെ ഉപ്പേരി, അവിയൽ, കാളൻ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടാക്കിയത് അമ്മയും അമ്മമ്മയും കൂടിയാണ്. ഞാൻ കഷ്ണങ്ങൾ നുറുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളും ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ ഫോട്ടോഗ്രാഫി സെഷനിലേക്ക് വന്നു. കൊച്ചുണ്ടോ അവിടെ ഫോട്ടോഗ്രാഫി വളരെ അത്യാവശ്യമാണ്. എല്ലാതും കൃത്യതയോടെ അവൻ ക്യാപ്ചർ ചെയ്യും, വീഡിയോ എടുക്കും, അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കത് വളരെ അത്യാവശ്യമാണ്. അത് മാത്രമല്ല ഇതൊരു മെമ്മറി ആണല്ലോ. ഇനിയിപ്പോൾ അടുത്ത വിഷുവിന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങിയതാണ്. എന്നിട്ട് എല്ലാവരും പതുക്കെ വീട്ടിലേക്കും ഇറങ്ങാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോഴാണ് ആദ്യം ഓടിച്ചാടി പോയ മുർഷി വിളിക്കുന്നത്, അവൻ്റെ വണ്ടി ഓണാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അബേട്ടനും കൊച്ചും നബീലും കൂടി പോയി അത് നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നബീലായിരുന്നു അത് ഫുൾ ചെയ്ത് കൃത്യമായിട്ട് വണ്ടി ഓണാക്കിയത്. അപ്പോൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും നബീലിനുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. പിന്നെ എല്ലാവരും കൂടി അവരവരുടെ ഭാര്യമാരെയും കുട്ടികളെയൊക്കെ എടുത്ത് അവരെല്ലാവരും പതുക്കെ ഇറങ്ങി. ഇവരെല്ലാവരും ഇറങ്ങി. അപ്പോൾ ഇനി ഞങ്ങൾ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങണം. അങ്ങനെ ഞങ്ങളും സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി. അമ്മുലുവിനോട് ടാറ്റ പറഞ്ഞു, അമ്മമ്മേനോടും നാത്തൂനോടൊക്കെ ടാറ്റ പറഞ്ഞ് അമ്മച്ചൻ ഉറങ്ങായിരുന്നു. എൻ്റെ വീട്ടിലോട്ട് പോവാൻ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളൊരു 1:30 എത്തണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ 2:45 ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പോകണ്ടേ, എന്നാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. സൺ കിസ്ഡ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച അത്ര ഭംഗി ഇതിന് കിട്ടിയില്ല. ഹാപ്പി വിഷു പറയും. ഹാപ്പി വിഷു. അപ്പോൾ ഞങ്ങളെ വീട്ടിലെത്തി. എനിക്കൊരു വോം വെൽക്കമൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ, പടക്കമൊക്കെ പൊട്ടിച്ചിട്ട്. പക്ഷേ ക്യാമറ ഓൺ ആയില്ല ഗൈസ്. ക്യാമറ ഓണാക്കാൻ നോക്കിയതായിരുന്നു, പക്ഷെ പറ്റിയില്ല. അതെൻ്റെ അനിയൻ, ഇതെൻ്റെ ജൂഡി ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. പടക്കമൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ പടക്കം പൊട്ടിച്ച് പേടിച്ചിട്ട് പുറത്തേക്കേ വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഒന്നാൾ പതുക്കെ പുറത്തേക്ക് വന്നതാണ്. ഇതെൻ്റെ ഏട്ടന്മാർ, വല്യച്ഛൻ, അതേപോലെ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇതിനകത്ത്. പക്ഷേ ഞാൻ വരുന്നതിൻ്റെ മുന്നേ കുറേ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ചേച്ചിയാണ്, കൂടാതെ എൻ്റെ ഏട്ടത്തിയമ്മയാണ്.
എങ്ങനെ ഉണ്ടായിരുന്നു വിഷു? നല്ല ഉഷാറായിരുന്നു. ഇപ്രാവശ്യം കൂടുതലല്ലേ? അത് ഞാൻ കട്ട് ചെയ്യുന്നു. എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഹാപ്പി വിഷു പറഞ്ഞു. ഹായ്, ഹാപ്പി വിഷു. എല്ലാവർക്കും ഹാപ്പി വിഷു. കണ്ടോ? സോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. ഞാനിതാ ഇവിടുന്ന് എല്ലാവരും പോയിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഉള്ള ഒരു സ്വാഗതമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെ നിന്നും കൈനീട്ടമൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതാ ഞങ്ങൾ അമ്പലത്തിൽ അവിടേക്ക് പോവുകയാണ്. പടക്കം പൊട്ടിക്കാനാണ്. മുകളിൽ പോയിട്ട് പൊട്ടുന്നതാണെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും പോയി കണ്ടിട്ട് വരാം. ഓക്കെ. ഇരുട്ടാണ് കേട്ടോ, ഒന്നും കണ്ടില്ലെങ്കിൽ. നേരത്തെ അതേ അബദ്ധമാണ് ഇതിനും പറ്റിയത്. വീഡിയോ കൃത്യമായിട്ട് എടുത്തു, പക്ഷേ വീഡിയോ ഓൺ ആക്കാതെയാണ് എടുത്തത് എന്നുള്ളത് മാത്രം. പക്ഷേ കുഴപ്പമില്ല, ബാക്കിയുള്ള വീഡിയോസ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണ്. മറന്നുപോയി ഗൈസ്. ഇത് ഞങ്ങളുടെ അമ്പലമാണ്, ക്ലാരി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം. അന്ന് വൈകിട്ട് ദീപാരാധന ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് എല്ലാ വിളക്കൊക്കെ കത്തിച്ച് നല്ല സുന്ദരിയാക്കി വെച്ചിരിക്കുന്ന അമ്പലത്തിനെ. ഞങ്ങൾ അവിടെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് പടക്കങ്ങൾ ബാക്കി ഉണ്ടായിരുന്നു. അച്ഛൻ ബാക്കി എടുത്ത് വെച്ചതായിരുന്നു ഞാൻ വന്നിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് പൊട്ടിച്ചു. അതിൽ 3 ചക്രം പൊട്ടിത്തെറിച്ചു ഗൈസ്. അതിൽ ഒന്ന് കറങ്ങി ഞങ്ങളുടെ കാറിൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് കാറിൻ്റെ ഉള്ളിലേക്ക് പോയില്ല. അങ്ങനെ ഞങ്ങൾ പൊട്ടിക്കലും തിമിർക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു, കാരണം എല്ലാവരും രാവിലെ എഴുന്നേറ്റതാണല്ലോ. അപ്പോൾ ആ ക്ഷീണം കൊണ്ട് എല്ലാവരും കയറി കിടന്നു. അപ്പോൾ എനിക്ക് ലാസ്റ്റ് എൻഡിങ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇതായിരുന്നു എൻ്റെ കന്നി വിഷു.